ഒരുപാട് നാളത്തെയൊന്നുമില്ലെങ്കിലും കുറച്ച് ദിവസങ്ങളുടെ ഭയങ്കരമായ ചർച്ചകൾക്കും ഡിസ്കഷനും കാത്തിരിപ്പിനും ഒക്കെ ശേഷം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകണം. തലേ ദിവസം സ്പീക്കറോ മൈക്കോ ഒക്കെ റെഡിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യത്തിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓഗസ്റ്റ് 5 ചെറിയൊരു ഫോട്ടോഷൂട്ടാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടം കാണാനാണ്. ഓഗസ്റ്റ് 5 രാവിലെ 6:45 വെസ്റ്റിയിലെ ചുങ്കത്ത് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും രാവിലെ സമയത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത്രയും ദിവസമില്ലാത്ത മഴയായിരുന്നു അന്ന് രാവിലെ പെയ്തുകൊണ്ടിരുന്നത്. ടൈം കുറച്ച് ലേറ്റായാലും ഞങ്ങളെ യാത്ര പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ഡ്രൈവർ ചേട്ടൻ അത്യാവശ്യം റഫ് ആൻഡ് ടഫ് ആയതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ ട്രിപ്പിൻ്റെ ഫീൽ കൂടി ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ട് വെച്ച സ്പീക്കറിൻ്റെ സൗണ്ടോ ഞങ്ങളെ ബഹളോ എന്തെങ്കിലും അതിന് കുറച്ച് കൂടുന്നത് മൂപ്പർക്ക് തീരെ ഇഷ്ടമാവുന്നില്ലേന്നു. കുറച്ച് പാട്ടും ഡാൻസും പട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ആക്ടർ അബു സലീമിൻ്റെ 1980s എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അടിപൊളി ഹോട്ടലായിരുന്നു. ഗുണ്ടൽപേട്ടിൽ ഉള്ളോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കുറേ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. പക്ഷേ എല്ലാ സൂര്യകാന്തി പൂവും കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെ ശുഭപ്രതീക്ഷ വിട്ടില്ല. എവിടെയെങ്കിലും ഉണങ്ങാത്ത സൂര്യകാന്തി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളെ പ്രതീക്ഷ തെറ്റിയില്ല. നല്ല വിരിഞ്ഞ് നിൽക്കുന്ന സൂര്യകാന്തി ചെടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തിയ സമയം വൈകുന്നേരം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തല താത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോപാൽപേട്ട് സ്വാമിയുടെ അമ്പലത്തിൽ പോകണുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി കാരണം ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല. ഞങ്ങൾ പിന്നെ തിരിച്ച് റിസോർട്ടിലെത്തുമ്പം രാത്രി 11 മണിയോടൊക്കെ അടുത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയതിന് മെയിൻ ഉദ്ദേശമായ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നല്ല രീതിയിൽ നടന്നു. സിംഗിളായിട്ടും ഡബിളായിട്ടും ഫാമിലി ആയിട്ടും പിന്നെ ഗ്രൂപ്പായിട്ടും ബോയ്സ് വേറെയും ഗേൾസ് വേറെയും ഒക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷം പിന്നെയും വണ്ടിയിൽ തിരിച്ച്. ഒരാളിവിടെ ആളിൻ്റെ വണ്ടിയിൽ പിടിച്ച് ആടാനുള്ള ശ്രമത്തിലൊക്കെയാണ്. ഈ ട്രിപ്പിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇതിനേക്കാൾ അടിപൊളിയായ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. വൈത്തിരി ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ.